ആളുകേറാമല കൊലപാതകത്തിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് 2025 സെപ്റ്റംബർ 23-നാണ് മുക്കടവ് ആളുകേറാമലയിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. പ്രതിയെന്ന് ആദ്യം സംശയിച്ച അനിക്കുട്ടന്റെ മൃതദേഹമാണ് ആളുകേറാമലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ ഇക്കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട്. മനോജ്, ഏകദേശം ഈ ആളുകേറാമല കൊലപാതകം നടന്ന് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു. 10 മാസത്തോളമാകുന്നു. യാതൊരു സൂചനയുമില്ല. അതിനിടെ ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അവിടെയും ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള യാതൊരു തുമ്പും ലഭിച്ചില്ല. ഈ കൊല്ലപ്പെട്ടത് ആരാണെന്ന കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ടോ? പ്രത്യേകിച്ചും ഈ പോലീസ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തെളിവും പോലീസിന് ലഭിക്കാത്തൊരു കേസ് കൂടിയാണല്ലോ. 2025 സെപ്റ്റംബർ 23-നാണ് പുനലൂർ പത്തനാപുരം പാതയിൽ മുക്കടവ് ആളുകേറാമല എന്ന് പറയുന്ന ഒരു ചെങ്കുത്തായ മലയുടെ മുകളിൽ മൃതശരീരം കാണപ്പെടുന്നത്. അത് കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് ഒരു റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ഈ മൃതശരീരം ഉണ്ടായിരുന്നത്. അന്ന് പോലീസ് നടത്തിയ അന്വേഷണം വളരെ രസകരമായ രീതിയിലാണ് അവർ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിലൂടെ ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ട സാഹചര്യം ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ വേണം പറയാം. കാരണം മരിച്ചത് ആരാണെന്ന് ഇതുവരെയും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ മൃതശരീരം കണ്ടതിന് തൊട്ട് അടുത്തുള്ള ഒരു പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങിക്കുന്ന ഒരാളുടെ ചിത്രമാണ് പോലീസ് പ്രതി എന്ന നിലയിൽ കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ലുക്കൌട്ട് നോട്ടീസ് വരെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ആലപ്പുഴ താമരക്കുളം വില്ലേജിൽ ചേറ്റാരിക്കൽ ക്ഷേത്രത്തിന് സമീപം വേടരിപ്ലാവിൽ 46 വയസ്സുള്ള പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടനാണ് ഇതിലെ പ്രതി എന്ന നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വരെ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് ഈ പ്രതി എന്ന് സംശയിച്ച ആള് തന്നെയാണ് മരിച്ചു കിടക്കുന്നത്. DNA പരിശോധനയിൽ അങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് തന്നെ വളരെ പ്രതിഷേധത്തിന് ഇട നൽകുകയുണ്ടായി. വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ്.